നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. നീക്കുപോക്കിന്റെ അഴിയാക്കുരുക്ക്. സഖ്യക്കുരുക്ക് മാറിയാലും ബംഗാളിലെ കോൺഗ്രസ് സഹകരണത്തിന്റെ കെണിയിൽ സംസ്ഥാന CPM. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രത്യയശാസ്ത്ര വ്യതിചലനത്തിന് ന്യായീകരണം തേടി മുതിർന്ന നേതാക്കൾ. കേന്ദ്ര കമ്മിറ്റിയിൽ സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിന് വിരുദ്ധമായി VSന്റെ ബംഗാൾ ലൈൻ. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ പുറത്താക്കാൻ CPM പയറ്റുന്നത് കോൺഗ്രസുമായി ചേർന്നുള്ള നീക്കുപോക്ക് രാഷ്ട്രീയം. സഹകരണം ഏതുവിധത്തിൽ വേണമെന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടി ബംഗാൾ ഘടകത്തിന്. കോൺഗ്രസുമായി പ്രത്യക്ഷ സഖ്യമോ ധാരണയോ വേണ്ടെന്നും തീരുമാനം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് മുഖ്യ അജണ്ടയെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മമതയെ പുറത്താക്കാനും BJPയെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യ കക്ഷികളുമായുള്ള സഹകരണം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച രാഷ്ട്രീയ നിലപാടിന് വിധേയമായി മാത്രമെന്നും യെച്ചൂരി. കനം വയ്ക്കുന്ന കനയ്യ വിവാദം. JNU കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. ഡൽഹി പ്രസ് ക്ലബിലെ വിവാദ അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായ മുൻ പ്രൊഫസർ SAR ഗീലാനിയുടെ ജാമ്യാപേക്ഷയിൽ മെട്രോപൊളിറ്റൻ കോടതിയുടെ തീരുമാനവും ഇന്ന്. അതേസമയം അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിൽ കനയ്യകുമാർ ദേശവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്ന പ്രചരണം വ്യാജമെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. കനയ്യയുടെ പ്രസംഗം മറ്റൊരു ഭാഗത്തുനിന്ന് ചിത്രീകരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഹെഡ്ലൈൻസ് ടുഡേ ന്യൂസ് ചാനൽ. കേസുമായി ബന്ധപ്പെട്ട് പട്യാല ഹൌസ് കോടതിയിലുണ്ടായ അക്രമ സംഭവങ്ങൾ നിർഭാഗ്യകരമെന്ന് സുപ്രീം കോടതി. നീതിന്യായ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സമാന സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് അഭിഭാഷക സമൂഹത്തിന് പരമോന്നത കോടതിയുടെ താക്കീത്. രാജ്യത്ത് നിയമവാഴ്ച ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് മുന്നിൽ കോൺഗ്രസും ഡൽഹി സർക്കാരും. ആരെങ്കിലും ദേശവിരുദ്ധ പ്രസംഗം നടത്തിയെങ്കിൽ അവർക്കെതിരെ നിയമപരമായാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. തീരുമാനത്തിന് കാവി പരിവാർ. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് RSS നേതൃത്വത്തിൽ ഇന്ന് തുടക്കം. പാർട്ടി സംസ്ഥാന ഭാരവാഹികളും ജില്ലാ അധ്യക്ഷന്മാരും പങ്കെടുക്കുന്ന പരിവാർ ബൈഠക് കൊച്ചിയിൽ. സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ തീരുമാനം RSS സംസ്ഥാന ഘടകത്തിന്റേത്. അതേസമയം BJPയുമായി സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ച BDJS ഇന്ന് കായംകുളത്ത് നേതൃയോഗം ചേരും. ആരുമായും രഹസ്യ ചർച്ച നടത്തിയില്ലെന്നും എന്നാൽ ധർമ്മജനസേന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. പട്ടികയ്ക്ക് പഞ്ഞമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകില്ലെന്ന് VM സുധീരൻ. പൊതുമാനദണ്ഡം തയ്യാറാക്കുന്നത് 22-ന് ഹൈക്കമാൻഡുമായി നടത്തുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ. തുടർന്ന് ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമെന്നും KPCC പ്രസിഡന്റ്. ആരോപണ വിധേയരായവരെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കരുതെന്ന് KPCC നിർവാഹക സമിതി യോഗത്തിൽ പൊതുവികാരം. വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡം. തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉചിത സമയത്ത് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്നും സുധീരൻ. ചരിത്രത്തിലേക്ക് ഒരു സന്ദർശനം. 9 പതിറ്റാണ്ടത്തെ വിദ്വേഷം മറന്ന് അമേരിക്കയ്ക്കും ക്യൂബയ്ക്കുമിടയിൽ മഞ്ഞുരുകുന്നു. US പ്രസിഡന്റ് ബരാക് ഒബാമയുടെ നിർണായക ക്യൂബൻ സന്ദർശനം അടുത്ത മാസം അവസാനത്തോടെ. ഒബാമയുടെ വിദേശ നയ വിജയങ്ങളിലെ സുപ്രധാന ചുവടായി ക്യൂബൻ സന്ദർശനം വിലയിരുത്തപ്പെടുമ്പോഴും തിരഞ്ഞെടുപ്പ് വർഷത്തിലെ പുതിയ സൌഹൃദം രാജ്യത്ത് വൻ വിവാദമുണ്ടാകുമെന്ന് ഉറപ്പ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.